നമസ്കാരം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 4 ഗ്രാമ്പു, അത്യാവശ്യം കറുവപ്പട്ട, ഒരു സ്റ്റാർ ഫ്ലവർ, 5-6 ഏലയ്ക്ക, പിന്നെ അല്പം ഷാജീര. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിലവിലെടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 10 സവാള കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മാഷ് പൊട്ടറ്റോ അല്ല, പക്ഷെ പപ്പായാണ്. കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന പച്ച പപ്പായ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഏകദേശം 400 ഗ്രാം കട്ടിത്തൈര് എടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ഒരു പാക്കറ്റ്. അധികം പുളിയില്ലാത്ത ഒരു നോർമൽ ലെവലിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അരയ്ക്കേണ്ട, നമ്മൾ ഇറച്ചിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ബോൺലെസ് ആയിട്ടുള്ള 1/2 കിലോ ചിക്കനുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സോഫ്റ്റൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷായോ അല്ലെങ്കിൽ 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സോഫ്റ്റ് ആയതിനു ശേഷമോ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അത്യാവശ്യം വലിയൊരു കുക്കറിലേക്ക് ആദ്യമേ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രിസ്റ്റ അഥവാ സവോള വറുത്തത് ഏകദേശം ഒരു പകുതിയോ അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ചേർക്കാം. ബാക്കി കുറച്ച് വെച്ചേക്കാം. അത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി അരച്ച് വെച്ചിരുന്ന പച്ച പപ്പായ മുഴുവനായി തന്നെ ചേർക്കാം. തീരെ ചെറിയൊരു പപ്പായയുടെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ചേർത്തത്. പപ്പായ അരച്ച് ചേർക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആകും. അടുത്തതായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, 3-4 വെളുത്തുള്ളി അല്ലി, ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. തൈര് ചേർക്കുന്നുണ്ട്. നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗരം മസാല കൂടി ചേർക്കാം. ഇത് അരച്ച് ചേർക്കേണ്ട കാര്യമില്ല, നേരെ അതേപോലെ തന്നെ മസാല മിക്സിയിലേക്ക് ചേർത്താൽ മതി. സാധാരണ ജീരകമോ പെരുംജീരകമോ അല്ല ചേർത്തത്. നമ്മൾ ഷാജീര എന്നറിയപ്പെടുന്ന തീരെ ചെറിയ ഒരു തരം ജീരകമാണ്. ബിരിയാണിയുടെ മസാലയ്ക്ക് ഫ്ലേവർ കൊടുക്കുന്നതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മല്ലിയില ഏകദേശം ഒരു ബോൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ചേർക്കണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് മസാലയിലേക്ക് ചേർക്കാം. ബാക്കി അല്പം മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും മുകളിലായി ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ബാക്കി അളവിനനുസരിച്ച് നമുക്ക് അല്പം കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ടീസ്പൂണാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം ഇതേപോലത്തെ 2 ടീസ്പൂണാണ് ഇടുന്നത്. എനിക്ക് എരിവ് അല്പം കുറവ് മതി, അത് കാരണം അധികം മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി 1/2 മുറി നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ പിഴിയുന്നതിന് മുമ്പ് അല്പം ഒന്ന് അത് ഉരുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീര് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുരുവില്ലാതെ നാരങ്ങ നീര് 1/2 മുറി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിലാവുമ്പോൾ എരിവ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതായത് ചുവന്ന നിറം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അല്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ബിരിയാണിക്ക് വേണ്ട അരി തയ്യാറാക്കിയെടുക്കാം. നല്ല നീളമുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3-4 പ്രാവശ്യം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് 1.5 കപ്പ് വരും. അതായത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന 180 ml ഗ്ലാസിൻ്റെ അത്രയും, പിന്നെ പകുതി ഭാഗവും കൂടി എടുത്തപ്പോൾ 1.5 കപ്പ് അരിയായിട്ടുണ്ട്. 3-4 പ്രാവശ്യം കഴുകി മാറ്റി വെച്ചാൽ മതി. അധികം നേരം വെള്ളത്തിലിട്ട് വയ്ക്കരുത്. കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അരി ഉടഞ്ഞു പോകാനും കുഴയാനും സാധ്യതയുണ്ട്. ചിക്കൻ വേവിക്കാനായി വയ്ക്കാം. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. മുൻപ് മഞ്ഞൾപ്പൊടി ചേർക്കാനായി മറന്നു പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ പ്രഷറിൽ വേവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുക്കറിൻ്റെ ലിഡിൻ്റെ വാഷർ അഥവാ റബ്ബർ പാർട്ട് നീക്കിയതിന് ശേഷം വെയിറ്റ് ഇടാതെ വെറുതെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. കുക്കറിൻ്റെ അടപ്പ് ഇങ്ങനെ വെറുതെ വെച്ച് അടച്ചിരുന്നാൽ മതി. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാങ്ങാറാവും. അടിയിൽ പിടിച്ചുവെന്ന് അറിയാനായി ഇടയ്ക്ക് തുറന്ന് നോക്കി 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ട കറുവപ്പട്ട, ഷാജീര, ഗ്രാമ്പു, ഏലയ്ക്ക എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിവശം കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് 1 ക്യൂബ് ബട്ടർ അല്ലെങ്കിൽ ഏകദേശം 1-2 സ്പൂൺ നെയ്യ് ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മുൻപ് എടുത്തു വച്ചിരുന്ന ഗരം മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ട് ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം മുഴുവനും ചേർത്തിട്ടുണ്ട്. ഏകദേശം 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരി മുഴുവനായി വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പകരം അരി ആവശ്യത്തിന് വെന്തതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കും. ഫ്ലേവേഴ്സ് നഷ്ടമാകുമെന്ന പേടി വേണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി കുഴഞ്ഞു പോകാതിരിക്കുകയോ അല്ലെങ്കിൽ തീരെ വേകാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നം ഒഴിവാക്കി നമ്മളുടെ ആവശ്യത്തിനുള്ള പാകത്തിന് അരി എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ അരി ദം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 80-90% വേഗമായി കഴിയുമ്പോഴേക്കും അരി വാർത്തെടുക്കാനാണ് പോകുന്നത്. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1-1.5 നാരങ്ങയുടെ നീര് ചേർക്കാം, അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി നോക്കി രുചി പാകമാണെന്നുണ്ടെങ്കിൽ അത് മതിയാകും. ഇല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് സമയം കൊണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. രുചിച്ച് നോക്കിയപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. കഴുകി മാറ്റി വെച്ചിരുന്ന അരി മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി മൂടി വെച്ച് വേവിക്കാനായി വയ്ക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എത്രമാത്രം വെന്തു എന്ന് നോക്കി തുടർന്നുള്ള തീരുമാനമെടുക്കാം. ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഓഫ് ചെയ്ത് വാർത്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ചിക്കന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിയിലത്തെ വെള്ളം മുഴുവൻ വറ്റി ഏകദേശം തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അരി 90% വെന്ത് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഒരു തവി കൊണ്ട് കോരി ചിക്കനിലേക്ക് ചേർക്കാം. അല്പം വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലും കുഴപ്പമില്ല. എന്തെന്നാൽ ചിക്കനിലെ വെള്ളം പൂർണ്ണമായി വറ്റിയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് അരി മുഴുവനായി വെന്ത് കിട്ടിക്കൊള്ളൂ. അരി ലെയറായി നമുക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച അരി മുഴുവനായി തന്നെ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഇളക്കിയിടേണ്ട, പകരം ഒന്ന് നിരത്തിയിട്ടാൽ മതി. ഇതിന് മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചേർക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ട കിസ്മിസും കാഷ്യൂം റെഡിയാക്കി എടുക്കാം. അടിവശം കട്ടിയുള്ള ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അധികം ഫ്ലെയിമിലല്ലാതെ തീരെ ലോ ഫ്ലെയിമിലുണ്ടാകണം. ഫ്ലെയിം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നെയ്യ് ഉരുകി വരുമ്പോഴേക്കും അതിലേക്ക് ആദ്യം കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഇത് വറക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് ഈ പാത്രം വളരെ സൗകര്യപ്രദമാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഏകദേശം 8-10 കാഷ്യൂ ചേർത്തിട്ടുണ്ട്. അല്പം ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും നമുക്ക് ഇത് വാങ്ങാം. തീയുടെ അളവിനനുസരിച്ച് 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ കാഷ്യൂ അഥവാ അണ്ടിപ്പരിപ്പിൻ്റെ നിറം മാറി വരും. ഉടൻ തന്നെ അത് വാങ്ങാം, കരിഞ്ഞു പോകുന്നതിന് മുമ്പായി. ഒരു മാറ്റിയ കാഷ്യൂ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി വറക്കാൻ ആവശ്യമായ കിസ്മിസ് ചേർക്കാം. കിസ്മിസ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഉണങ്ങിയിരുന്ന കിസ്മിസ് അല്പം വലിപ്പം വെച്ച് വീർത്ത് വരുമ്പോഴേക്കും അത് വാങ്ങാൻ പാകമാകും. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും വീർത്ത് വരുമ്പോഴേക്കും അത് വാങ്ങിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസിന് നല്ല നിറം വരുന്നതിനായി നമ്മൾ അല്പം പാലിലേക്ക് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പാലിലേക്ക് അലിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഒരു മഞ്ഞ നിറം വരും. അതുകൂടാതെ റൈസിന് നല്ല ടേസ്റ്റും വരും. നമുക്ക് അല്പസമയം ഇത് റെസ്റ്റ് ചെയ്യാനായി അനുവദിക്കാം. ആമസോണിൽ നിന്ന് ലഭിക്കുന്ന ലയൺ സാഫ്രനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓതൻറ്റിക് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചതിൽ നിന്നും നമുക്കിത് നല്ലതായി തോന്നി. ഇത് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കി അത് റൈസിലേക്ക് ചേർത്താലും മതിയാകും. കുങ്കുമപ്പൂ കലക്കി ഏകദേശം 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ നിറം മാറി തുടങ്ങും. ഇനി അത് റൈസിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഗാർണിഷിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബ്രിസ്റ്റ ചേർത്ത് കൊടുക്കാം. അതായത് മുൻപ് വറുത്ത് വെച്ചിരുന്ന സവോള ലെയറായി റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. തുടർന്ന് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും ഇട്ട് കൊടുക്കാം.
ബാക്കി വെച്ചിരുന്ന മല്ലിയിലയും കൂടി മുകളിൽ വിതറി കൊടുക്കാം. ഏറ്റവും അവസാനം ഇതിന് മുകളിലേക്ക് മുൻപ് കലക്കി വെച്ചിരുന്ന പാലും കുങ്കുമപ്പൂവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. തീരെ കുറഞ്ഞ അളവിൽ പാല് എടുത്താൽ മതി, അധികമാവണ്ട. ഒഴിക്കുമ്പോൾ കഴിവതും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഡിസ്ട്രിബ്യൂട്ടഡായി ഒഴിക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നമുക്ക് ദം ചെയ്യാനായി വയ്ക്കാം. മുൻപ് ചെയ്തതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ ഇല്ലാതെ വെറുതെ അടച്ചു വെച്ചാൽ മതി. തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്യാനായി വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും 5-10 മിനിറ്റ് തുടർന്നതിന് ശേഷം തുറന്ന് നോക്കി സെർവ് ചെയ്യാം. വളരെ കുറഞ്ഞ നേരം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? അതിൻ്റെ ചേരുവ ഞങ്ങളോടും മറ്റു പ്രേക്ഷകരോടും അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.